വെച്ചാണ് അനുവിൻ്റെ മൃതദേഹം ആളുകൾ ആദ്യം കാണുന്നത്. വീഴ്ചയിൽ ബോധം നഷ്ടമായ അനുവിനെ തലയിൽ ചവിട്ടി തോട്ടിലെ വെള്ളത്തിൽ താഴ്ത്തിയാണ് കൊലപ്പെടുത്തിയത്. അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ കുറച്ചു ദിവസങ്ങളായി സ്വന്തം വീട്ടിലായിരുന്നു അനു. മാർച്ച് 11 രാവിലെ 9 മണിയോടെ അസുഖബാധിതനായ ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കുന്നതിന് വേണ്ടിയാണ് അനു വീട്ടിൽ നിന്നിറങ്ങിയത്. ഭർത്താവ് മുളിയങ്ങലങ്ങാടിയിൽ കാത്തു നിൽക്കുകയായിരുന്നു. ഇവിടേക്ക് വേഗത്തിൽ നടന്നു നീങ്ങുന്നതിനിടെയാണ് പ്രതിയായ മുജീബ് റഹ്മാന്റെ കണ്ണിൽപ്പെടുന്നത്. മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിൽ അടുത്ത മോഷണത്തിനായി അനുയോജ്യമായ സ്ഥലം തേടി കറങ്ങുകയായിരുന്നു പ്രതി. അനുവിന്റെ അത്യാവശ്യം മനസ്സിലാക്കിയ പ്രതി ബൈക്കിൽ ലിഫ്റ്റ് നൽകി. വാളൂർ തോടിന് സമീപമെത്താൻ സഞ്ചരിച്ചത് ഏകദേശം 1 കിലോമീറ്റർ ദൂരം. മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞ മുജീബ് തോട്ടിനരികെ ബൈക്ക് നിർത്തി. ഇറങ്ങിയ അനുവിനെ പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. വീഴ്ചയിൽ കല്ലിൽ തലയിടിച്ച് അനുവിന്റെ ബോധം നഷ്ടമായി. തള്ളിയിട്ടതിൽ അനു മരണപ്പെട്ടില്ല. ആള് കുഴഞ്ഞുപോയി. ബാക്കിൽ തലയിടിച്ച് വീണതാണ്. പക്ഷേ അത് കൽവറ്റിന്റെ പുറത്താണ്. അപ്പോൾ അവിടെ നിന്നാൽ ആളുകൾ കാണുന്നുള്ളതുകൊണ്ട് അനുവിനെ വലിച്ച് കൽവറ്റിൻ്റെ അടിയിലേക്ക് ഇട്ടിട്ട് ചെടിയിൽ മുഖം താഴെ വരത്തക്ക ഒരു തലയിൽ ചവിട്ടി പിടിച്ചാണ് വോട്ട് നടത്തിയത്. കൊലപ്പെടുത്തിയ ശേഷം ആഭരണങ്ങൾ കവർന്ന മുജീബ് സ്ഥലത്ത് നിന്ന് കടന്നു. പിറ്റേ ദിവസം രാവിലെയാണ് അനുവിന്റെ മൃതദേഹം തോട്ടിൽ നാട്ടുകാർ കാണുന്നത്. മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ള തോട്ടിൽ മുങ്ങിമരണത്തിന്റെ സാധ്യതയില്ലെന്ന് ആദ്യ നിമിഷം മുതൽ പോലീസും നാട്ടുകാരും. പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു നടന്നത് അതിക്രൂര കൊലപാതകം. സംഭവ സ്ഥലത്തിന് അടുത്തുള്ളൊരു വീട്ടിലെ CCTVയിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഇത് നിർണായകമായി. കുറ്റമറ്റ അന്വേഷണത്തിലൂടെ 4 നാൾ പ്രതിയായ മുജീബ് റഹ്മാനിലേക്ക് അന്വേഷണ സംഘം എത്തി. കൊണ്ടോട്ടിയിലെ വീട്ടിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെയാണ് മുജീബിന് പോലീസ് വിലങ്ങിട്ടത്. കത്തികൊണ്ടുള്ള ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും പരിക്കേറ്റു. മുജീബിനെ വാളൂരിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ കണ്ടത് നാടിന്റെ ഒന്നാകെ രോഷം. പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറം മിനിറ്റുകൾ കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങി പോലീസ്. പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയാനുള്ളൂ. മുജീബ് റഹ്മാന്റെ ക്രൂരകൃത്യങ്ങളുടെ നീണ്ട പട്ടികയിൽ അവസാനത്തേതാണ് അനുവിന്റെ കൊലപാതകം. 2020 ജൂലൈയിൽ മുക്കം മുത്തേരിയിൽ ഓട്ടോ യാത്രക്കിടെ വയോധികയെ പീഡിപ്പിച്ച് സ്വർണം കവർന്നതടക്കം 50-ലധികം കേസുകളിൽ പ്രതിയാണ് മുജീബ് റഹ്മാൻ. ഈ തല പിടിച്ച് ഞാൻ ഇവിടെ പിടിച്ച് ഇങ്ങനെ കമ്പി കിട്ട് കുത്തി ചോര മൂക്കുകൂടി ഇങ്ങനെ ഉറ്റിരുന്നു, ചെവിട്ടുകൂടി തൊളയെക്കൂടി ഒക്കെ ചോര വരുന്നു. പിന്നെ എനിക്ക് ബോധമൊന്നുമില്ല. ഒരു ബോധവും ഇല്ലാണ്ട് മരിച്ചു കിടക്കുക. ഞാൻ വെച്ചൊക്കെ ഇത് കൊന്നാണോ? ഇവനൊക്കെ ഇനിയും പുറത്തിറങ്ങോ? ആവർത്തിക്കോ കുറ്റകൃത്യങ്ങളൊക്കെ? കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രതിയെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നാണ് സൂചന. ജോം ടി കെക്കും ഷിജിൻ നരിപ്പറ്റയ്ക്കുമൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.